everyone, welcome back to my YouTube channel. So, ഇന്നത്തേത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഞാൻ, അൻസ്, ഉമ്മ, മിച്ചി, പിന്നെ അമ്മായി, കുഞ്ഞി ആൻഡ് ഈ ബാക്കിൽ കാണുന്നതാണ് ഹൈസിൻ, മിച്ചിൻ്റെ ബേബി. ആൻഡ് മിച്ചി എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ. അൻസിൻ്റെ ബ്രദർ അഫ്സൽച്ച. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഈ കാണുന്നത് വാട്ടർ ടാങ്കിൽ നിന്ന് അൻസ് നമ്മളോട് പറഞ്ഞ്. ഇങ്ങനെ പല കാര്യവും അൻസ് നമ്മൾ പറഞ്ഞിട്ട് പറ്റിക്കലുണ്ട്. ബട്ട് ഇത് വാട്ടർ ടാങ്ക് ആണെന്നോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ഇത് ആണോ അല്ലേന്ന്. ആദ്യമായിട്ട് ഖത്തർ കാണുന്നത് കൊണ്ട് പല കാര്യവും അൻസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കലുണ്ട്. അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട്. ആൻഡ് ചിലതൊക്കെ ശരിക്കുള്ളതായിരിക്കും പറയുന്നത്, ബട്ട് ചിലതെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. പാവം ഞാനും മിച്ചി അത് കേട്ട് വിശ്വസിക്കും. ബട്ട് ഓരോരിക്കോ നമുക്കത് മനസ്സിലാവും, നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ചിലതെല്ലാം നമ്മൾ അങ്ങ് വിശ്വസിച്ച് പോകും. ആൻഡ് അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. കോർണിഷിലേക്കാണ് ഇന്ന് നമ്മൾ പോയത്. ആൻഡ് ഖത്തറിൽ വന്നതിന് ശേഷം എല്ലാ ഈദിലും പിക്ക് എടുക്കൽ ഇടുന്നതാണ്. സോ ഇതെനിക്ക് ഫോട്ടോത്തിൽ കണ്ട് ഫെമിലറായ സ്ഥലമാണ്. എപ്പോഴും ഇതേ സ്പോട്ടിൽ തന്നെയായിരിക്കും ആൻഡ് ഫോട്ടോ എടുക്കാൻ വരുന്നത്. ഖത്തറിൽ എല്ലായിടത്തും ഒരേ കളർ പാറ്റേണാണ് ബിൽഡിങ്സ് കാണൽ. പക്ഷേ ഇവിടെ ഫുൾ കളർഫുൾ ബോക്സസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മളെല്ലാവരും കറന്നിറങ്ങി നടക്കാൻ തുടങ്ങി. ഇവിടെ കുറേ ബോട്ട്സ് റൈഡ്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട ബിക്കോസ് അഫ്സൽസ് ഉണ്ടായിട്ട. അപ്പോൾ അഫ്സൽസ് എത്തിയെങ്കിലേ നമുക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അൺഫോർച്ചുനേറ്റ്ലി അഫ്സൽസ് എത്തിയിട്ടുണ്ടായിട്ട. അപ്പോൾ നമ്മൾ വിചാരിച്ച് പിന്നെ ഒരു ദിവസം കൂടി വന്നിട്ട് നമുക്ക് ബോട്ട്സ് റൈഡ്സ് ചെയ്യാമെന്ന്. ആൻഡ് ദിസ് ബേബി ഹൈസിൻ, ഓനെ എപ്പോഴും നമ്മളൊന്നിച്ചിട്ട് തന്നെയാണെന്നുണ്ടായി. എൻ്റെയും അൻസിൻ്റെയും ശരിക്കും പറഞ്ഞെങ്കിൽ ഐസി നമ്മളെ ബേബിയാണ്. ലിറ്ററലി ഹീസ് അവർ ബേബി. എപ്പോഴും എൻ്റെ അൻസിൻ്റെയൊക്കെയാണ് ഓനുണ്ടാവല്. അപ്പോൾക്ക് ഇവിടെ ഒരാൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഇത് അൻസിൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഇസ്ദാൻ. ഫിഷ് മാർക്കറ്റ് ഓഫ് ദി ഖത്തർ. ഖത്തറിലെ ഫിഷ് മാർക്കറ്റ് കണ്ടില്ലോ. ബ്ലൂ കളർ. അൺഫോർച്ചുനേറ്റ്ലി ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചിടാൻ കഴിയുക ബിക്കോസ് നമ്മൾ പോകുമ്പോഴത്തേക്ക് അതവിടെ ക്ലോസിങ് ടൈം ആയിരുന്നു. ആൻഡ് നല്ലൊരു സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്തേക്ക് എനിക്ക് കൊണ്ടുവന്നു. Say hello guys. Hello. Hi. Hi. Say hi.
ഹായ് ബൈ 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 ഗായ്സ് ബൈ ബൈ ഗായ്സ് ബൈ ബൈ ഗായ്സ് സേ ബൈ ബൈ ഗായ്സ് സേ ഐസിൻ സോറി ഇറ്റ്സ് ഡൺ ബൈ ബൈ ഗായ്സ് എന്ത പക്കം ആൻഡ് അങ്ങനെ നമ്മൾ എല്ലാവരും കാറിൽ കയറി അവിടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ നമ്മൾ ഫ്രണ്ടിലിരുത്തിയത്. ആൻഡ് ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനൊരു 2 months ബിഫോർ എടുത്ത വ്ളോഗാണ്. ആൻഡ് ആ സമയത്ത് ഖത്തറിൽ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോകുന്നതെല്ലാം ഒരു ഈവനിങ് ടൈമിലാണ് അധികവും പുറത്തു പോലെ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ആൻഡ് ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമുണ്ട്, നല്ല ലൈറ്റ് അടിപൊളിയുണ്ടായി. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ മാളിലേക്ക് പോയി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എന്തിനു വെച്ചെങ്കിൽ അവർ അഫ്സൽച്ച എൻ്റെ അമ്മായിക്ക് സെക്കൻഡ് ബേബി ഈസ് കമ്മിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട്, ബേബി വരുന്നതിന് മുന്നേ ഹോസ്പിറ്റൽ ബാഗ്സ് അതെല്ലാം റെഡിയാക്കാനും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. കയറിപ്പാട് തന്നെ അവിടെ ഒരു ബോബാൻ്റെ ഷോപ്പ് ഉണ്ടായിന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോബ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊന്ന് ഓർഡർ ആക്കി. ശരിക്കും ഞാൻ നാട്ടിൽ നിന്നേ ബോബ ട്രൈ ആക്കിയിട്ടു. അവിടെ പോയതിന് ശേഷം ഞാൻ ബോബ ട്രൈ ആക്കിയിട്ട. അപ്പോൾ ഐ വാസ് ക്യൂരിയസ് അബൌട്ട് ബോബ. അങ്ങനെ അവിടെ നിൽക്കുന്ന ആളോട് തന്നെ നമ്മൾ ചോദിച്ച് ഇതിൽ ഏതാണ് ഏറ്റവും നല്ല ഫ്ലേവർ, അത് നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഏതാണോ അത് നമുക്ക് തന്നെ. അങ്ങനെ അയാൾ സെലക്ട് ചെയ്തതാണ് ഈ സാധനം. ആൻഡ് ആക്ച്വലി ദിസ് വാസ് ആൻ അട്ടർ ഫ്ലോപ്പ്. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ കുടിച്ചപ്പം ഫസ്റ്റായിട്ട് ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ ഞാനത് അൻസിന് കൊടുത്ത് അവൻ്റെ എക്സ്പ്രഷൻ നോക്കാൻ. ബട്ട് ഹി ആൾസോ ഓക്കെ പറഞ്ഞ്. ബട്ട് എനിക്കത് കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നു. പക്ഷെ അന്നെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഐ വാസ് കുടിക്കലിങ്ങും.
നമ്മൾ ഇത് മേങ്ങുന്ന സമയത്ത് ഒരടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഹബ് കുടിച്ചുകൊണ്ട് ഓരോ പെരുത്തിക്കൊണ്ട് നടന്ന് ഒരു അൻസാർ ഗാലറിയിലുണ്ട് പറഞ്ഞ് അങ്ങനെ നമ്മുടെ പോയി. ഇത് ഞാൻ ബോബ ചൂയി എന്ന് പറഞ്ഞപ്പോൾ അൻസ എന്നെ കളിയാക്കി. ബോബ ഇല്ലെങ്കിൽ ചൂയി നെല്ലേ ഉണ്ടാല് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയത്. ആൻഡ് മെയിനായിട്ടുള്ള എക്സ്പ്രഷൻ ഇതാണ്. മിച്ചി ഓൺ ദ സ്പോട്ട് കറക്റ്റ് എക്സ്പ്രഷൻ ഇട്ട്. പക്ഷേ ഓക്കത് കുറച്ചും കൂടി ബാഡായിരുന്നു. പക്ഷെ നമുക്ക് ഓക്കെ അമ്മയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടാ കുടിക്കാൻ പറ്റുന്നുണ്ടായിന്. പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് മേങ്ങിയതല്ലേ, വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ 3 ആളും അത് കുടിച്ച് തീർത്ത്. അങ്ങനെ നമ്മൾ ബോബെല്ലാം കുടിച്ചിട്ട് ഷോപ്പിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. അമ്മായി ആയതുകൊണ്ട് നമുക്ക് ജെൻഡർ മുന്നേ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഗേളാണ്. സ്പ്രേ പ്രാന്തൻ. ആ ടെസ്റ്റെല്ലാം ഒന്നടിച്ചത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങെല്ലാം ഏകദേശം കഴിഞ്ഞ് ഞാനും അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാവരും ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാകുമ്പോൾ ടയേർഡായി. ഇതുവരെ എങ്ങനെ ക്ഷീണിച്ചത് കാണിച്ചു തരാം. ആഫ്റ്റർ 4 hours ഷോപ്പിങ്ങിന് ശേഷം എൻ്റെ മിസ്റ്റർ ടയേർഡായി. ഫുഡ് കഴിക്കുക, എനർജി വിട്ടുക. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോവാം. മായി വെക്കുന്നത് ഞാനാ മായി വെക്കുന്നത്. കാണിച്ചു തരാമായിരുന്നു ഗൈസ്. ആ ഗേൾസ് ഇവിടെ ഇങ്ങനെ കമന്റ് അടിച്ച് പോന്നാണേ. ഇനി എന്നെ നോക്കാണ്ട് പോന്നാണേ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. കാണിച്ചു തരാം. ലുക്ക് ദാറ്റ് കിഡ്സ്. അത് നമ്മളെ കിഡ്സ് തന്നെ. കിഡ്സ് ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മമ്മാൻ്റെയും ഹൈസിൻ്റെയും പ്രഹസനം അല്ല, വണ്ടർല എക്സ്പീരിയൻസ് വിത്ത് മമ്മ. ഹൈസിയുടെ വണ്ടർല എക്സ്പീരിയൻസ്. അപ്പുറത്തേക്കുന്ന ഫുഡ് വീടുന്ന അപ്പുറത്തേക്ക്
ഓക്കെ, താങ്ക് യു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് മെക്ഡൊണാൾഡ്സ് എന്നൊരു വാനില ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് റിട്ടേൺ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.